ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമായ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ കണ്ണൂർ ജില്ലാ കലോത്സവം ചരിത്ര നഗരിയായ പയ്യന്നൂരിൽ വെച്ച് നടക്കുകയാണ്. കൂടിയാട്ട മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ മമ്പറം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമസ്കാരമുണ്ട്. എന്താണ്, എല്ലാവരും സന്തോഷമല്ലേ? വേഷം ഒന്നും അഴിക്കാതെ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ? ഏതൊക്കെയായി വേഷങ്ങൾ? അങ്കദൻ, ഹനുമാൻ, സുഗ്രീവൻ, ശ്രീരാമൻ, ബാലി, താര, ലക്ഷ്മണൻ അല്ലേ? അപ്പോൾ സുഗ്രീവധാണോ നിങ്ങൾ കഴിച്ചത്? ബാലിവധ് അല്ലേ? അപ്പൊ നിങ്ങളുടെ പേര് കൂടി ഒന്ന് പറയാലോ? നിഷ്ണ, അർഷിക, നമ്രത, ആവണി, ദേവഗംഗ, നിവേദ്യ, ഋതുനന്ദ. നേരത്തെ ഞാൻ നിങ്ങളുടെ പേരിൻ്റെ കൂടെ നിങ്ങളുടെ കഥാപാത്രം പറയാതിരുന്നത് നാളെ സ്കൂളിൽ പോയിട്ട് ചിലപ്പോൾ ആ കഥാപാത്രത്തെ നിങ്ങൾ വിളിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ആരാണ് നിങ്ങൾക്ക് ഇതിന് പരിശീലനം നൽകിയതെന്ന് പറഞ്ഞു? നാരായണ ചാക്യാർ അല്ലേ? അദ്ദേഹത്തിൻ്റെ സ്ഥലം എവിടെയാണ്? നിങ്ങൾ ഷൊർണൂരേക്ക് പോയിട്ടാണോ ഇത് പരിശീലിച്ചത്? അത് ശരി. എങ്ങനെയാണ് പോകുന്നത്? ട്രെയിനിന്. എത്ര കാലം എടുത്തു ഇത് പരിശീലനം നേടാൻ വേണ്ടിയിട്ട്? എത്ര ദിവസം അവിടെ താമസിച്ചിട്ട് പഠിക്കും അല്ലേ? വളരെ പ്രയാസമില്ല അല്ലേ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്? പ്രത്യേകിച്ച് ഇത് സംസ്കൃതവുമായി ബന്ധപ്പെട്ടല്ലേ? സംസ്കൃതം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നേരത്തെ? എല്ലാവരും സംസ്കൃതം പഠിക്കുന്നുണ്ട് അല്ലേ? സ്കൂളിലെ സംസ്കൃതം പഠിപ്പിക്കുന്ന അധ്യാപകന്റെ പേരെന്താ? ശ്രീലത ടീച്ചർ അല്ലേ? ടീച്ചർക്ക് ഒരു ഹായ് പറഞ്ഞു. ശ്രീലത ടീച്ചർക്ക്. ശ്രീലത ടീച്ചറുടെയും കൂടി ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് അല്ലേ നമുക്ക് ഈ സമ്മാനം നേടിയത്. ഇതിനു മുൻപ് നിങ്ങൾ ഈ കലാരൂപം അവതരിപ്പിച്ചിട്ടുണ്ടോ? 3ാമത്തെ വർഷം അല്ലേ? അപ്പോൾ ഇത് ഹാട്രിക് വിജയമാണ് അല്ലേ? അപ്പൊ ഈ വർഷവും സംസ്ഥാനം നിന്ന് കപ്പടിക്കും. അപ്പൊ കഴിഞ്ഞ വർഷം കപ്പ് വാങ്ങി വരുമ്പോൾ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ? പത്രത്തിൽ ഫോട്ടോ കണ്ടിരുന്നു കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഇതില് നിങ്ങൾക്ക് ഏറ്റവും വിഷമം പിടിച്ച രംഗം എങ്ങനെയായിരുന്നു? ഇത് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയ രംഗം ഉണ്ടായിരുന്നു? ഈ നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ? എന്താണ് അതൊന്ന് ചെയ്തേ? ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഡയലോഗുകൾ മാത്രം മതി നമുക്ക്. പ്രധാനപ്പെട്ട ഡയലോഗുകൾ എന്ന് പറയാം. ഓരോ ആൾക്കാരും ഓരോ ഡയലോഗ് പറയാം. ഹനുമൻ പുത്ര മഹാരാജ ഏഷ മഹാരാജ താജ്ഞാപായതി മഹാരാജ ഹന്ത സ്വർഗം ഗതോ ബാലി സുഗ്രീവ ക്രിയതാമസ്യ സംസ്കാര കഥം സുഗ്രീവ ഇതി പസീദതു മഹാരായോ സുഗ്രീവമപി പശ്യത്വാര്യ. എന്തായാലും നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം കലാരൂപങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുന്നത് തന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളെ ഇതിന് പ്രോത്സാഹിപ്പിക്കുന്ന, സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും ഇത്തരം കലാരൂപങ്ങൾ പഠിപ്പിച്ച് അതായത് പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് തന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? അതുപോലെ നമ്മുടെ മമ്പറം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമ്മാനത്തിൽ വിജയം നേടി ഏകദേശം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി നിൽക്കുന്നൊരു സമയമാണിപ്പോൾ അല്ലേ? നിങ്ങളിൽ ആരെങ്കിലും വേറെ ഏതെങ്കിലും ഇനത്തിൽ മത്സരിച്ചവരുണ്ടോ ഇതിൽ? ഞാൻ കേരള
ഫസ്റ്റ് കേരള നടനത്തിൽ അല്ലേ? മോൾ എത്ര കാലമായി കേരള നടനം പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 8th 7th കൊറോണ ആ ടൈം ആ. 8th മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂ. ആ അപ്പൊ അത് മുതലേ പഠിക്കാൻ ആ ആരായിരുന്നു ഗുരു? രാംദാസ് ഭാസ്കർ. രാംദാസ് മിസ് അല്ലേ? അപ്പോൾ നല്ല രീതിയിൽ അതും ഉണ്ട്. എങ്ങനെയായിരുന്നു റിസൾട്ട്? എങ്ങനെയായിരുന്നു? ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് എ ഗ്രേഡ്. ഓ ഗുഡ്. അപ്പോൾ ഇവരുടെ കൂടെ നമുക്ക് മറ്റൊരു ഇനം കൂടി ഉണ്ട്. ഒന്ന് കയ്യടി കൊടുത്തേ. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. കൂടാതെ ഞങ്ങളുടെ നെറ്റ്വർക്ക് ചാനലിൻ്റെ ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തതിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല അല്ലേ? ഉണ്ടോ? നമ്മളെ സപ്പോർട്ട് ചെയ്ത പ്രിൻസിപ്പൽ രാജേഷ് സർ, ശ്രീലത ടീച്ചർ, വിനോദ് സർ, പിന്നെ രാമായണ ചാക്യാർ അവരുടെ ശിഷ്യന്മാര്, മേക്കപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത ആൾക്കാര്, സ്കൂളിലെ കുറെ ടീച്ചേഴ്സ്, എല്ലാവർക്കും താങ്ക്സ്. അതെ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് പോയിട്ട് ഈ വർഷവും ഫസ്റ്റ് എ ഗ്രേഡുമായി നമ്മുടെ കണ്ണൂരിൻ്റെ അഭിമാനമായി മാറട്ടെ മമ്പറത്തെ കുട്ടികളെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.